മീനുകുട്ടാ മീനുകുട്ടാ ഹായ് മീനുകുട്ടാ. ഇതെന്താ നിങ്ങക്ക് മൂന്നാൾക്കൊന്ന് കുറച്ച് എനർജി കൂടിയിരിക്കണോ? മീനുകുട്ടൻ സുഖല്ലേ? എനിക്ക് സുഖ, ഉണ്ണികളുടെ സുഖ, പരമസുഖാണോ? പരമസുഖ, പരമാനന്ദം. പരമാനന്ദം. എന്താ കുത്തി പറയണേ? ഒന്നുമില്ല, നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും മീനുട്ടിക്ക് അങ്ങനെയാ തോന്നണത്. എന്താ ചെയ്യാനാ? ആണോ? ഒന്ന് നിങ്ങക്ക് മൂന്നാൾക്ക് സുഖല്ലേ? എന്താ കുത്തി ചോദിക്കണ പോലെ? ഞാൻ കുത്തിയതല്ല, ഞാൻ ചോദിച്ചു. ശരി, ചോദിച്ചേ. ഞാൻ കുത്താതെയാ ചോദിച്ചേ. സുഖല്ലേ മൂന്നുപേർക്കും? സുഖങ്ങളൊക്കെ തന്നെ. അതന്നെ ഇന്ന് പ്രത്യേകം പറയാനുള്ളത് എന്റെ മോളെ പറ്റിയാണ്. എന്താ? ഈ ലോകത്ത് ഒരു ചുന്ദരി ഉണ്ടെങ്കിൽ അത് എന്റെ മോളാണ്. അതെ, എന്റെ മീനുകുട്ടനാണ്, എന്റെ മരുമോളാണ്. ഉണ്ണിയങ്ങളുടെ ആരുമല്ലേ? സുന്ദരി മാത്രമല്ല, ബുദ്ധിമതിയാണ്. ഓ, താങ്ക് യു ഉണ്ണിയങ്ങൾ, എനിക്ക് സന്തോഷായി. ഒരു ബൂസ്റ്റായില്ലേ? ബൂസ്റ്റായി. മധുവങ്ങളാണെങ്കിൽ ഇന്ന് പുഷ്പിച്ചിരിക്കുക. അതിനുള്ള കാരണം എന്താ? Because I am sitting in flowers. Oh my God. എംജങ്ങളുടെ ബ്ലാക്കിന് എന്തെങ്കിലും കാരണം? ബ്ലാക്കിനൊന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ കയ്യിലിട്ടിരിക്കുന്ന ചെയിൻ പുതിയതല്ലേ, അത് നല്ല രസമുണ്ട്. അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇട്ടങ്ങനെ കറുത്ത ഷർട്ടാണ്, വെളുത്ത മനസ്സാ. അതെ അതെ അതെ. ചെയിനിനെ പറ്റി പറ, അത് പുതിയതാ? അതൊരു പുതിയ പരിപാടിയാ. കൊള്ളാം, അത് നല്ല രസം, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഉണ്ണിയങ്കൾ, ഉണ്ണിയങ്കൾ ഓൾവേസ് സുന്ദരനായിട്ട് തന്നെ ഇരിക്കണം. പ്രത്യേകതകൾ എന്തെങ്കിലും? എന്നെ കൊണ്ട് തോറ്റു. ഞാനും. മധുവങ്കൾ, ആരാ വരാൻ പോകുന്നതെന്ന് അറിയാമോ? ആരുവാ? മധുവങ്കൾ അറിയുന്ന ആളാണ്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു മുഖവും ഒരു നാഗരാജാവിന്റെ പേരാണോ? ആണോ? ഒരു നാഗരാജാവാണ് വരാൻ പോകുന്നത്. വിളിക്കട്ടെ? വിളിക്കൂ. ലെറ്റ്സ് വെൽക്കം വാസുകി കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ചേച്ചിനെ കാണാൻ എന്തൊരു സുന്ദരിയായി. വന്നപ്പോ തന്നെ സോപ്പിട്ടുള്ള പറഞ്ഞേ. അങ്ങനെ തോന്നാൻ ഇന്ന് ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ കുഞ്ഞിന്? അതുകൊണ്ടാ. ചുമപ്പ് ഇഷ്ടമാണോ? പക്ഷെ വാസുകി കുട്ടിയുടെ ഉടുപ്പിന്റെ കളർ കണ്ടോ? അത് മധുവങ്ങളുടെ ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ അതെ, അതിന് ബട്ടൺസിന്റെ കളർ കണ്ടോ? അത് പിങ്ക്, പച്ച, വെള്ള. അതെ, തലയിൽ വെച്ചിരിക്കുന്ന പൂവിന്റെ കളർ കണ്ടോ? അതും പിങ്ക്. ചുണ്ടിൽ തേച്ചങ്ങനെ ലിപ്സ്റ്റിക്കിന്റെ കളർ കണ്ടാ? അതും പിങ്ക്. കയ്യിലെന്താ ലോലിപ്പോപ്പോ? എന്താ കയ്യിലുള്ളത്? ഒരു കൂടോ? എന്താ അത്? എന്താ അത്? ബെൽറ്റിന്റെ കവർ. അത് കളയണ്ടല്ലോ എന്ന് വെച്ചാൽ അതും എടുത്തിട്ട് പോകുന്നതാണ്. തിരിച്ചു വെക്കണം. പാട്ട് കഴിയുമ്പോ തന്നെ ഇതൊക്കെ ഊരി പെട്ടിയിലാക്കണം. ഓക്കെ 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 ഓക്കെ. മധുങ്ങളുടെ ഭാര്യ വിദ്യാന്തിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാ. ആണോ? ഫ്രണ്ട്സ് ആണല്ലേ നിങ്ങള്? ഞാനൊരു ദിവസം ദിവ്യാന്തിയും കൂടി ചാറ്റ് ചെയ്യുമ്പോ അച്ഛൻ വിളിച്ചു പറയും അവരെ ഇങ്ങനെ മെസ്സേജ് ഇട്ട് അവരെ വെറുപ്പിക്കണ്ട. അയ്യോ, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. മധു, എനിക്ക് സംശയമുണ്ട്. ഒന്നിന് വേറെ ഭാര്യയുണ്ടോ? ഇല്ല. വിദ്യ എന്ന് പറഞ്ഞു. അത് വിദ്യുതാന്റി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. എന്താ ഉദ്ദേശിച്ചത്? അതാ ഉദ്ദേശിച്ചത്. പക്ഷെ വിദ്യാണാ വന്നേ. ആണല്ലേ? അപ്പൊ ദിവ്യാന്റിനോട് ആ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ദിവ്യാന്റി പറയാ അതൊന്നും കുഴപ്പമില്ല, മോള് ചാറ്റ് ചെയ്തു. അതെ, ദിവ്യാന്റി എപ്പോഴും എല്ലാ മെസ്സേജസിനും മറുപടി പറയും. ദിവ്യാന്റി പറഞ്ഞു നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അതെ, ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. പിന്നെ എനിക്ക് ആദ്യ കാര്യം പറയണ്ട്. ആദ്യമായിട്ടൊരു കാര്യം പറയണ്ട. സങ്കടപ്പെടണ്ട. ഇല്ല, ഞാൻ എംജങ്ങളുടെ ഭാര്യക്ക് എന്നെ അറിയോ? എംജങ്ങളുടെ ഭാര്യക്ക് അറിയോ വാസുകി കുട്ടിയെ? അറിയാമോ? അറിയാമായിരിക്കുമല്ലോ. അറിയുമല്ലോ, ഈ പ്രോഗ്രാം കാണുന്നതല്ലേ? ഉണ്ണിയങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. സോറി, ഇതൊക്കെ കാറിൽ പോകാനോ കേസുള്ളൂ. അതേറ്റു. ഞാൻ തിരുവനന്തപുരത്ത് എത്ര ദിവസം താമസിക്കും എന്റെ കൂടെ? 6 ദിവസം. ആരെങ്ങനെ കിട്ടിയത്? ഫേവറേറ്റ് നമ്പർ മധുവങ്ങളുടെ. അതെ, അപ്പൊ മധുവങ്ങളുടെ 6 ദിവസം, ഉണ്ണിയങ്ങളുടെ 6 days, പിന്നെ എംജങ്ങളുടെ 6 ദിവസം. മൊത്തം 18 ദിവസമായിട്ട് ഇറങ്ങിക്കോ. ശരിയാണല്ലോ, ഇപ്പൊ വെക്കേഷൻ അല്ലേ? ആപ്പിള് വന്നിട്ടുണ്ട്. എവിടെ ഓപ്പോള്? അതാണ് ഓപ്പോൾ. ഹായ് ഓപ്പോൾ. എന്താ ഓപ്പോളുടെ പേര്? സേതുവാ? സെയ്ദ് മുഹമ്മദാ? അമ്മ വിളിക്കണത് സേതു ആപ്പിൾ. സേതു. ഓക്കെ ഓക്കെ. അവരുടെ മകളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ. അയ്യോ, അങ്ങനെ പറഞ്ഞേ. എന്താ ഞെട്ടേ? എവിടെ? ഒന്ന് പറ, ഞെട്ടട്ടെ ഞങ്ങളൊന്ന്.
പറഞ്ഞു വേഗം പറ. 1 എന്താ 2 3 സ്റ്റാർട്ട്. മറന്നുപോയി. ഞെട്ടിപ്പിക്കുന്ന പേര് മറന്നോ? ഞങ്ങള് ശരിക്കും ഞെട്ടി. ഞങ്ങളൊക്കെ ഞെട്ടാ റെഡി ആയിരിക്കും. എന്താ മോളുടെ പേര്? ദേവസേന. ബാഹുബലിയിലെ ദേവസേനയോ? ശരിക്കും ഞെട്ടി ഇല്ലേ? ഞെട്ടി ഞങ്ങള് ഞെട്ടി അമ്മേ പറഞ്ഞ ദേവസേന എന്ന് വെച്ചൊരു ഒരു സിനിമേന്റെ പേരാണ്. ഞെട്ടി തെറിച്ചു ഞങ്ങള്. സിനിമേന്റെ പേരോ? സിനിമയിലുള്ള പേരാന്നായിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും ഞെട്ടി. അത് ഓപ്പോൾ ഇട്ടതാണോ? ഓപ്പോളാണോ ഇട്ടത് പേര്? ഇയാളുടെ ഏട്ടനാണ് ദേവസേന. ബാഹുബലിയുടെ വലിയ ഫാനായിരുന്നു. ആണോ? ഓ അതുകൊണ്ട്. അത് ശരി. മീനൂട്ടാ, എന്തോ? ഞാൻ പോയിട്ട് വരട്ടാ. എങ്ങോട്ട്? നാളെ വരാ ഷൂട്ടിന്. എന്താ? ഞെട്ടല് തീരാ. വേണ്ട നമുക്ക് ഇവിടെ ഒരു ചായ കുടിച്ച് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അതെ, ഇനി പാട്ട് കേൾക്കാം അല്ലേ? ഞെട്ടിക്കാൻ പോകുന്ന പാട്ട് ഓ ഇങ്ങനെയൊക്കെ ഞെട്ടിക്കല്ലേ കേട്ടോ മനുഷ്യനെ. കുയിലമ്മേ. പാട്ടുപാടി ഞെട്ടിക്കാൻ പോവാണോ? ചിലപ്പോ ഞെട്ടിക്കും. ആണോ? ഒന്ന് നോക്കട്ടെ. എന്നാ ഞെട്ടിക്ക്. സിനിമ എഴുന്നള്ളത്ത്. പാടിയത് ചിത്രാമ്മ. മ്യൂസിക് ജോൺസൺ മാസ്റ്റർ. ലിറിക്സ് ONV സാർ. യെസ്. വർഷം 1991. യെസ്. 199. കുയിലമ്മേ കുയിലമ്മേ നിന്റെ കുറുകുഴൽ പാട്ടിന്നെവിടെ? കുയിലമ്മേ കുയിലമ്മേ നിന്റെ കുറുകുഴൽ പാട്ടിന്നെവിടെ? മയിലമ്മേ മയിലമ്മേ നിന്റെ മഴവിൽ കാവടി എവിടെ? കുയിലമ്മേ കുയിലമ്മേ നിന്റെ കുറുകുഴൽ പാട്ടിന്നെവിടെ? മയിലമ്മേ മയിലമ്മേ നിന്റെ മഴവിൽ കാവടി എവിടെ? ഉണ്ണിയുറുമ്പിന് കാതുകുത്ത് എന്നാണിതുവഴി വന്നാട്ടെ. ഉണ്ണിയുറുമ്പിന് കാതുകുത്ത് എന്നാണിതുവഴി വന്നാട്ടെ. ഇട്ടിരിക്കാൻ ഇലത്തടുക്ക്, കണ്ടിരിക്കാൻ കണിവിളക്ക്. കാതുകുത്താൻ പൊന്തൂഷിയുണ്ടോ, കാതിലിടാൻ പൂക്കടുക്കനുണ്ടോ? കുയിലമ്മേ കുയിലമ്മേ നിന്റെ കുറുകുഴൽ പാട്ടിന്നെവിടെ? മയിലമ്മേ മയിലമ്മേ നിന്റെ മഴവിൽ കാവടി എവിടെ? അമ്മക്കിളിയൊരു വീട് വെച്ചു എന്നാണല്ലോ പാലു കാച്ച്. അമ്മക്കിളിയൊരു വീട് വെച്ചു എന്നാണല്ലോ പാലു കാച്ച്. ചന്ദനപ്പടി കിടന്നകത്തു ചെന്നാൽ ചാഞ്ഞുറങ്ങാൻ ആട്ടുമഞ്ചം. ആടുന്ന മഞ്ചത്തിലിരുന്നതയോ ആരെന്ന് മാത്രം പറയൂല, ആരെന്ന് പറയൂല. കുയിലമ്മേ കുയിലമ്മേ നിന്റെ കുറുകുഴൽ പാട്ടിന്നെവിടെ? മയിലമ്മേ മയിലമ്മേ നിന്റെ മഴവിൽ കാവടി എവിടെ? കുയിലമ്മേ കുയിലമ്മേ നിന്റെ കുറുകുഴൽ പാട്ടിന്നെവിടെ? മയിലമ്മേ മയിലമ്മേ നിന്റെ മഴവിൽ കാവടി എവിടെ? കൊള്ളാമല്ലോ. മീനൂട്ടാ, എന്തോ? നമുക്ക് ഈ കുറുകുഴൽ പാട്ട് തരുന്ന കുയിലമ്മ ആരാ? ഇത് വാസു കുയിലം. അതെ. വാസു എന്തോ? നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. കുയിലമ്മേ കുയിലമ്മേ നിന്റെ കുറുകുഴൽ പാട്ടിന്നെവിടെ?
വാസു ഭയങ്കര മിടിക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഇവിടെ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജഡ്ജസ് പറഞ്ഞിട്ടുണ്ട് ജഡ്ജസ് ആണ്. ഇവിടുത്തെ. ആണ് ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് പറഞ്ഞത്. അല്ല, എല്ലാരും. എല്ലാരും പറഞ്ഞു. നിങ്ങൾ അതാണ് മൂന്നാണ്. മിടിക്കാണ്ടല്ലേ നമ്മള് പറഞ്ഞേ. അതെ. സുന്ദരിയാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ചേട്ടാ ഭയങ്കര സുന്ദരിയല്ലേ? ഭയങ്കര സുന്ദരിയാ. അയ്യോ ഓ, എത്ര പേരാ പറയുന്നത്. അത് ഇവിടുത്തെ ജഡ്ജസ് തന്നെ. ആണോ? എന്നാ സുന്ദരിയാണ്. പുകഴ്ത്തുന്നൊക്കെ നിങ്ങൾ മൂന്നാളാ. അതെ, സിയാദ് സാറ് ഗ്രൂമിങ് ചെയ്യുമ്പോ ആ, ഒരു ഭാഗം ഒരു ഭാഗം കൊയിലമ്മേ കൊയിലമ്മേ നിന്റെ കുറുകൾ പാട്ടിന്നിവിടെ മയിലമ്മേ മയിലമ്മേ നിന്റെ മഴവിൽ, അത് എല്ലാ ഗ്രൂമേഴ്സും അങ്ങനെ പഠിപ്പിച്ച് ആ. സനൂപ് സാറ് 10 വട്ടം ഫസ്റ്റ് പാടാൻ പറഞ്ഞു, എന്നിട്ട് 5 വട്ടം പാടാൻ പറഞ്ഞു, എന്നിട്ട് പഠിച്ചു. അങ്ങനെ ആണോ? അങ്ങനെയാണ് പഠിച്ചത് അല്ലേ? ഓ, അപ്പൊ അത് എത്ര ശരി. വട്ടം പാടി മൊത്തം? 15 ആ, പ്രാവശ്യം. 15 പ്രാവശ്യം ആ. നമ്മുടെ വാസു പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് പാടി കേട്ടോ. പാടിയത്. ഓ. അയ്യോ, ഓ, very good, very ഭയങ്കര good. സംഭവമാണ്. അതെ 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 അതെ. അങ്കിൾ എം ജി അങ്കിൾ എനിക്ക് തോന്നുന്നത് ഒരു 1000 കൂടുതൽ പാട്ടുകൾ ചെയ്തിട്ടുണ്ടാവും, കമ്പോസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരൊറ്റ പാട്ടിന്റെ ലിറിക്സ് പോലും എനിക്ക് തിരിച്ചറിഞ്ഞൂടാ. കാണാറിഞ്ഞൂടാ. ഉണ്ണിച്ചേട്ടനാണെങ്കിൽ ലിറിക്സ് അതെ, എല്ലാത്തിനും by heart ആണ്. ആ, ഏത് പാട്ട് പറഞ്ഞാലും ഉണ്ണിയങ്ങൾ ഏത് പാട്ട്? വേഗം വേഗം അതെ, പാടും. അതെ. അതൊരു Yes. സംഭവമാണ്. അപ്പൊ എന്തായാലും ഞെട്ടിച്ചു നമ്മളെ കേട്ടാ മോളെ. നന്നായി പാടുകയും ചെയ്തു, സംസാരിച്ച് ഞെട്ടിച്ചു, പാടി ഞെട്ടിച്ചു. അതെ. അതെ. പേര് പറഞ്ഞ് അതെ, ഞെട്ടിച്ചു. ദേവസേനയുടെ Complete പേര് പറഞ്ഞ് ചേട്ടനാണ്. ഞെട്ടിച്ചു. അതെ. ആ. എന്നെ ഇഷ്ടമല്ലേ? ആണ്. അല്ല, എനിക്ക് മനസ്സിലായി. ചുമ്മാ പറയാ, നോണ പറയാ. അല്ല. ആണോ? ആ, ഓക്കെ. എന്നാ എനിക്കും ഇഷ്ടാ. ആ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത് കേട്ടോ. അസലായിട്ട് പാടി, മിടുക്കിയായിട്ട് പാടി. ഇട്ടിരിക്കാൻ ഇലത്തടുക്ക്, കണ്ടിരിക്കാൻ കണിവിളക്ക്, കാതുകുത്താൻ പൊന്തൂശയുണ്ടോ, കാതിലിടാൻ പൂക്കടുക്കുണ്ടോ. കേട്ടോ, ആ ട്യൂണൊക്കെ കറക്റ്റ് ആയിട്ട് പാടി ഞെട്ടിച്ചു കളഞ്ഞു. പറഞ്ഞ പോലെ അതെ. ദേവസേന എന്ന് പറഞ്ഞ് ഞെട്ടിച്ചു, പാട്ട് പാടി ഞെട്ടിച്ചു. അപ്പൊ എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു മധു അങ്കിളിന്. ഓക്കെ, പല്ലൊക്കെ വന്നു തുടങ്ങിയോ? ആ, വന്നു തുടങ്ങിയോ? ചെറുതായിട്ട് വന്ന് തുടങ്ങി. ഓക്കെ ഓക്കെ. ഞാനൊരു കുസൃതി ആ, ഇത് ചോദിച്ചോ. ഞങ്ങളോടും എല്ലാരോടും കൂടിയാണ്. അപ്പൂട്ടൻ തേങ്ങിട്ട് സാവിത്രി കട്ടോണ്ടുപോയി. അപ്പൂട്ടൻ തേങ്ങിട്ട് സാവിത്രി കട്ടോണ്ടുപോയി. അപ്പൂട്ടൻ തേങ്ങയിട്ടു, സാവിത്രി കട്ടോണ്ട് പോയി. ആ, അതാണോ? അതാണ് ചോദ്യം. അതിനകത്ത് എത്ര തേങ്ങയുണ്ട്? അറിയില്ലെങ്കി പറ. അറിയില്ല. ഓ, ഒന്നുകൂടെ പറയാൻ ആകെ കൺഫ്യൂഷൻ ആണ്. അപ്പൂട്ടൻ തേങ്ങിട്ട് സാവിത്രി കണ്ടോണ്ടുപോയി. അപ്പൂട്ടൻ തേങ്ങയിട്ടു, സാവിത്രി കട്ടോണ്ട് പോയി. ആ. ബാക്കി എത്ര തേങ്ങ ഉണ്ടെന്നോ? നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ഞാൻ പറഞ്ഞു. അറിയില്ലെങ്കി ഞാൻ പറയാം. ഞാൻ പറഞ്ഞു. ശരി, ആ. പറ. അറിയോ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. ഇല്ല. 7. എന്താ? അപ്പൂട്ടൻ തേങ്ങയിട്ടു, സാവിത്രി കട്ടോണ്ട് പോയി. മൂന്നെണ്ണം കട്ടോണ്ട് തേങ്ങ ആ, ഓക്കേ, മനസ്സിലായി. സാവിത്രി മനസ്സിലായി. അതിൽ നിന്ന് കട്ടോണ്ട് കട്ടോണ്ട് പോയി. പോയി. അതെ, ബാക്കി 7. 7 തേങ്ങ. ഞെട്ടി ഞെട്ടി ഇത് നമുക്ക് തേങ്ങയായിട്ടും മാങ്ങയായിട്ടും ഒക്കെ ചോദിക്കാട്ടോ. അങ്ങനെ, ആ, ശരി ശരി. ഞെട്ടിച്ച് ഞെട്ടി. വീണ്ടും ഞെട്ടിയില്ലേ? ഞെട്ടി, പിന്നെ ഞെട്ടി. ഇനി മധുരമഴ വരുത്തി ഞെട്ടിയാലോ? അതെ. പോരട്ടെ, അങ്ങനെ ഒരു മധുരമഴ നമ്മുടെ വാസുകുട്ടിക്ക്. കുയിലമ്മേ കുയിലമ്മേ നിന്നെ കുറുകുഴൽ പാട്ടിന്നിവിടെ, മയിലമ്മേ മയിലമ്മേ നിന്റെ മഴവിൽ കാവടിയെവിടെ, കുയിലമ്മേ ഓക്കെ, ടാറ്റാ. ബൈ ബൈ. കുറുകുഴൽ പാട്ടിന്നിവിടെ. അനുഷ്ക ആൻഡ് അബിൻ ഇവരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അബിൻ നമ്മുടെ ഗന്ധർവനായിരുന്നു. ഗന്ധർവൻ. ഇപ്പോഴുമാണ്. ഇവിടത്തെ അതെ, ഇവിടുത്തെ മെയിൻ ആളായിരുന്നു. ഇപ്പൊ കൊറേ നാളിന് ശേഷമാണ് അബിന് ഞങ്ങൾ അവന്റെ പൊക്കം വെച്ച് ഞങ്ങൾ എല്ലാരും അവനെ ചേട്ടാന്നാ ഇപ്പൊ വിളിച്ചോണ്ടിരുന്നത്. പൊക്കം വെച്ച അബിൻ. അതെ, ഇപ്പൊ ഇങ്ങനെ നോക്കിട്ട് ഹായ് അബിൻ എന്ന് പറയേണ്ടി വരും. കൊറേ നാളിന് ശേഷമാണ് നമ്മുടെ സീസൺ 4 സെക്കൻഡ് റണ്ണറപ്പ് ആണ് നമ്മുടെ അബിൻ ചേട്ടൻ. അപ്പൊ അബിൻ കുട്ടനും അനുഷ്കുമാണ് എത്താൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം അബിൻ ആൻഡ് അനുഷ്ക ഓൺ സ്റ്റേജ്. നല്ല മാച്ചിങ് ആണല്ലോ രണ്ടുപേരും. വെൽക്കം സർ. ഇതെന്താ ഒരു തുണി തന്നെ വെട്ടി തേച്ചതാണോ ഇത്? അമ്മയായിരിക്കും അല്ലേ? അതെ. ആ, കൊള്ളാലോ. സൂപ്പർ ആയിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് ഉണ്ട്. എല്ലാത്തിനും ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എല്ലാം ക്രിയേഷൻ അല്ലേ? അപ്പൊ അമ്മയ്ക്ക് ഒരു വലിയ സല്യൂട്ട് ഉണ്ട്. അതെ, അതെ. ശരിക്കും സബാഷ്. നല്ല മാച്ചിങ്. വെരി നൈസ്. അബിൻ, എന്തോ ഗന്ധർവ് എന്താണ് പരിപാടി? പരിപാടി അങ്ങനെയൊന്നുമില്ല, നല്ലോണം പോണു. പിന്നെ എത്രാം ഇവിടെ കുറെ ക്ലാസ്സിലാ? ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു. ഫസ്റ്റ് കഴിഞ്ഞു. First കഴിഞ്ഞു. Plus two കഴിഞ്ഞു. ആഹാ, ഡിഗ്രി ആയി. ഡിഗ്രി ആയി. ഇങ്ങനെ പൊക്കത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയാണോ അറിയില്ല, പൊക്കത്തേക്ക് എത്തിയ. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഇവിടെ വരുന്നത്. ആ. അപ്പോ അതിന്റെ ഒരു ഫീൽ ഉണ്ട്. കുറെ നാളായി ഇവിടെ വന്നിട്ട്. ആ. അപ്പോ മധുവും കണ്ടായിരുന്നു ഞങ്ങളെ സീസണിൽ. അപ്പോ ഉണ്ണിയങ്കളിനെയും ഹായ് അബിൻ, ഹായ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. റണ്ണർ അപ്പ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അല്ലേ? എം ജെ കളൊക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
പിന്നെ മീനൂട്ടിനൊക്കെ കുറെ കണ്ടിട്ട് എവിടെ പഠിക്കണ സന്തോഷമുണ്ടോടാ? സന്തോഷമുണ്ട്. എവിടെ പഠിക്കണ മോനെ? ഞാൻ സെന്റ് മേരീസിലാണ് +2 ഇവിടെ? പഠിച്ചത്. അല്ല, മലപ്പുറം. മലപ്പുറത്ത്. ഇനി എന്താ പരിപാടി? കൺഫ്യൂഷൻ ഏതാ എടുക്കണേ? റിസർച്ച് ചെയ്തിട്ട് വേണം എന്തെങ്കിലും ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. പഠിക്കണതിന് മുമ്പ് അതവന് റിസർച്ച് തുടങ്ങിയോ? ഉഴപ്പാനുള്ള സമയം റിസർച്ച്. അല്ല, പഠിക്കണതിന് മുമ്പ് തന്നെ റിസർച്ച് തുടങ്ങി. അതല്ല, എന്തെടുക്കണം? എന്താ ഇപ്പൊ എന്തെടുക്കണം? എന്തെങ്കിലും ഒക്കെ എടുക്കണം. നിർബന്ധാണ്. നിർബന്ധമാണല്ലോ. എന്താ താല്പര്യം? താല്പര്യം മെഡിക്കൽ ഒന്നിനുമില്ല. ആഗ്രഹമില്ല. ജീവിച്ചു പോകാൻ പഠിക്കാതെ എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. അതെ. റിഹേഴ്സൽ എങ്ങനെയുണ്ട്? റിഹേഴ്സൽ അടിപൊളിയായിരുന്നു. നന്നായിട്ട് ആണോ? ഞങ്ങള് അനുഷ്ക എങ്ങനെയുണ്ട്? അനുഷ്ക അതാണ് നമുക്ക് അറിയേണ്ടത്. അനുഷ്ക ആദ്യം കണ്ടപ്പോ അങ്ങനൊരു സംഭവമായിരുന്നു. ശരി. ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്താ അവൾക്ക് ഇങ്ങനെയാണ്. അഭിജേട്ടാ. പിന്നെ ആള് പാവാ. പാവാണല്ലേ? പിന്നെ പാട്ട് നോർമൽ. എങ്ങനെയുണ്ട്? പാട്ട് നല്ല പാട്ടാ. ആണല്ലേ? അപ്പൊ അബിൻ പാവാണോ? അന്വേഷിക്കുന്ന എങ്ങനെയുണ്ടായിരുന്നു? ആണോ? ഭയങ്കര പാവ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ 2 പാവങ്ങളാണ് പാടാൻ പോകുന്നത്. അപ്പൊ ഈ- പാട്ടാണ് പാവങ്ങൾ പാടുന്നത്? നല്ല മുത്തശ്ശി അമ്മ. രണ്ടുപേരും ഒന്നിച്ച്. നല്ല പാട്ടാണ്. ബാക്കി ഡീറ്റെയിൽസ് പറയട്ടെ. മ്യൂസിക് ഔസേ ബച്ചൻ സാർ, ലിറിക്സ് ഷിബു ചക്രവർത്തി സാർ. മൂവി ഒരു മുത്തശ്ശി കഥ, വർഷം 1988. 88. 1980. പാടിയത് പാടിയത് എംജിങ്ങളും എംജിങ്ങളും സുജാതാമ്മയും സുജാതാമ്മയും. ലീലാമ്മ. ഓക്കെ. പീലിയിലമ്മയും പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്കെന്നാ പാട്ട് കേൾക്കാം അല്ലേ? കേൾക്കാം അല്ലേ? നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ, പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ, മരണതൻ വേണുഗാനം കടലിവൾ പാടുമോ, കരളിലെ പ്രേമഗാനം ഇനിവൾ പാടുമോ, പഴയൊരാ പുലരികൾ ഇനി വരുമോ. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ, പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. നല്ല ശംഖുകൾ കോർത്തു നൂലവർ താലിയായണിഞ്ഞു, ശംഖുമാലയും ചോടിമാരന്റെ മാറിലന്നമർന്നു, കടലോരമാകെ അവർ മറന്നു, കഥ കേട്ടു ചാരെ അവളിരുന്നു, തിരമാലകൾ തഴുകുന്നൊരി തീരഭൂമി ദ്വാപരയാ, തിരമാലകൾ തഴുകുന്നൊരി തീരഭൂമി ദ്വാപരയാ, പതിവായി കടലിൻ കരയിലിരുന്നവർ സ്വപ്നം കൈമാറി. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ, പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. ധിരണ 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 ധിരണ. ധിരണ 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 ധിരണ. ആ, ആ, മണ്ണുകൊണ്ടവർ തീരഭൂമിയിൽ വീടു തീർത്തരാവിൽ, തമ്മിലെന്നവർ എന്തു സ്വപ്നങ്ങൾ പങ്കുവച്ചിരിക്കാം, തിരമാല തിങ്ങി കടലിളകി, തിരയിട്ടു തീരം
രാവിൽ അലയാഴിയിൽ ആഴ്ന്നുപോയി. ഇരുമിഴികൾ ചേർന്നൊരാവിൽ അലയാഴിയിൽ ആഴ്ന്നുപോയി. കടലിൽ പവിഴക്കോട്ടയിൽ ഇന്നവർ കനകം കൊയ്യുന്നു. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. മരണതൻ വേണുഗാനം കടലിവൾ പാടുമോ? കരളിലെ പ്രേമഗാനം ഇനിവൾ പാടുമോ? പഴയൊരാ പുലരികൾ ഇനി വരുമോ? നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. നൈസ് നൈസ്, വെരി ഗുഡ് വെരി ഗുഡ്. അഭിനേ, എന്തോ പൊടിമീശ മുളയ്ക്കുന്ന കാലമാണ്. ഇടനെഞ്ചിൽ ബാൻഡടി മേളം. ബാൻഡടി മേളം ഉണ്ടോ? എനിക്ക് സംശയമുണ്ട്. കാരണം ഭയങ്കര റൊമാൻറ്റിക് വോയിസ് ആയിരിക്കുന്നു. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. മരണതൻ വേണുഗാനം കടലിവൾ പാടുമോ? ആരെയും പറഞ്ഞിട്ടുണ്ടോ? ആ കുറച്ചേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല വോയിസ്. അവിടെ പ്ലസ് ആരോ പറഞ്ഞില്ലേ? ആ പ്ലസ് ടു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അതാരോ പറഞ്ഞ ക്ലാസ്സിൽ പഠിക്കുന്ന ആരോ? ഫ്രണ്ട്സ്. അല്ല, ആ ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കുന്നത്. ആ അല്ല ആരാധികയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആരാധിക എന്ന് പറഞ്ഞിട്ട് നല്ല ഫ്രണ്ട്. പക്ഷെ ഒരു ബാൻഡടി മേളം കേട്ട് കേട്ടാ. അതെ, നല്ലൊരു വോയിസ് ആണ്. എം ജി അണ്ണന്റെ പഴയ വോയിസുമായിട്ട് എന്തോ ഒരു സാമ്യതയുണ്ട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കാലങ്ങളിലൊക്കെ അദ്ദേഹം പാടി, ഇപ്പൊ ഈറൻ മേഘം നമ്മൾ പറയായിരുന്നു, അതുപോലുള്ള പാട്ടുകളൊക്കെ പാടിയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം ഉണ്ടല്ലോ. ഇപ്പൊ കുറേയും കൂടെ മെച്ചുവേർഡ്, കുറച്ചും കൂടെ ബേസി വോയിസ് ആണ് അദ്ദേഹത്തിനുള്ളത്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന വോയിസ് പോലെ ഉണ്ട് നമ്മുടെ അബിൻകുട്ടന്റെ ഇപ്പോഴത്തെ വോയിസ്. വളരെ നന്നായി. പിന്നെ നല്ല സുന്ദരനല്ലേ, എങ്ങനെ ബാൻഡടി മേളം വരാതിരിക്കും? ഇത് ഡ്യുവറ്റ് പാടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ഒരു 180 ഡിഗ്രി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല. അത് ചിലപ്പോൾ അങ്ങനെ പാടുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഫോക്കസ് കുറച്ച് നഷ്ടപ്പെടും. ഇന്ന് കുറച്ച് ആ രീതിയിൽ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരെ നിന്ന് തന്നെ പാടുമ്പോൾ നമ്മുടെ ഓഡിയൻസിനല്ലേ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തന്നെ പാടുമ്പോഴത്തേക്കും നമുക്ക് അഭിനയ ഇടയ്ക്ക് ഒന്ന് നോക്കാം, ഒരു നോട്ടത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവിടെ നിന്ന് ആ പാട്ടിൽ നിന്ന് നമുക്ക് ഇൻസ്പയർഡ് ആവാം, അതിൽ നിന്ന് നമുക്ക് ഈ പാട്ടിൽ പറന്നുയരാം, അങ്ങനെയൊക്കെ ചെയ്യാലോ അല്ലേ? അപ്പൊ അതിന് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ അനുഷ്ക അടുത്ത് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് സംസാരിച്ചാലോ? അനുഷ് ഇങ്ങനെ പറഞ്ഞാലോ? അതുപോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പെർഫോമൻസിൽ. ദിസ് എ പെർഫോമൻസ് അല്ലേ, അൾട്ടിമേറ്റ്ലി ഒരു പെർഫോമൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ അത് കാണേണ്ട ആവശ്യമുണ്ട്. ഇനി ഒന്ന് വന്നുകൂടെ? ഇനി വരുമ്പോ ശരിയായില്ല, അതൊന്ന് ഇനിയൊന്ന് വന്നുകൂടെ? പഴയൊരു പുലരികൾ ഇനി വരുമോ? യാ, അപ്പൊ രണ്ടുപേരും കൂടെ പാടിയാലുള്ള കൺഫ്യൂഷനിലാണ് ആ ഒരു സംഭവം വന്നത് എന്ന് ഇവിടെ പിടികിട്ടി. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ഒന്ന് പാടിയാൽ കേട്ടോ. രണ്ടുപേരും പഴയൊരു പുലരികൾ ഇനി വരുമോ? ഇപ്പൊ ഫ്ലാറ്റായി. ഫ്ലാറ്റ് ആവാൻ പാടില്ല. അത് പാട്ടും ഫ്ലാറ്റ് ആയി പോകും. അത് പാടില്ല കേട്ടോ. പിന്നെ ഇതിൽ ഡയലോഗ് ഉണ്ടല്ലോ അല്ലേ, പതിവായി കടലിൻ കരയിലിരുന്നവർ സ്വപ്നം കൈമാറി, അങ്ങനെ ഡയലോഗ് ഉണ്ടല്ലോ. അതെങ്ങനെയായിരുന്നു? പതിവായി കടലിൻ കരയിലിരുന്നവർ സ്വപ്നം കൈമാറി. കൈമാറിയുടെ നോട്ട് കൈമാറി, അത് കോറസ് ആണല്ലേ? പക്ഷെ രസമുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായി. പിന്നെ ഈ പാട്ട് പാടുമ്പോൾ ഋതം വളരെയധികം ശ്രദ്ധിക്കണം. ഒരു പാട്ടിന് ഒരു ഋതം കമ്പോസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ഋതം എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി ആ രീതിയിൽ കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള, എന്ന് പറഞ്ഞാൽ ആ പാട്ടിനെ അതാണ് ക്യാരി ചെയ്യുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഋതം? എങ്ങനെയാണ്? ഇത് അല്ലെങ്കിൽ ഇവ വെറുതെ തകതിമി തകണ് തക്കത്തിമ്മി തക്ക് ചെണ്ണ് തക്കത്തിമ്മി തക്ക് ചെണ്ണ് തക്ക്. ഈ പാട്ട് ഇതിലും പാടാലോ. ഇതിൽ നിന്ന് പാടിയേ. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. ഇനിയിപ്പോ വേറെണ്ണം. തക്കിട്ട് തക്കിട്ട് തക്ക തക്കിട്ട് തക്കിട്ട് തക്ക തക്കിട്ട്. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ
ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമാണ്, മനസ്സിലായോ? ഇനിയിപ്പോ ജിൻ തക്ക ടക് ചക്ക ജിൻ തക്ക ടക് ചക്ക 1. പഠിക്കും. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരായനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. ഇനി തിരിച്ച് നമ്മുടെ ഋതം. ജിൻ ത ത ജിൻ ത ത. ഇപ്പൊ പറഞ്ഞ ഋതമൊക്കെ അതൊക്കെ വേണമെങ്കിൽ വെക്കാലോ. പക്ഷെ എന്തുകൊണ്ട് ഇത് വെച്ചിരിക്കുന്നു? നല്ല മുത്തശ്ശി നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. അടുത്ത പൊന്നരായനെ കണ്ടു മോഹിച്ച പൊന്നരായനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. അങ്ങനെ വരണതാണ്. അപ്പൊ എന്ത് മറക്കാൻ പാടില്ല? പുഷ് ചെയ്തു പുഷല്ല, ദിം തത്ത മറക്കാൻ പാടില്ല. എന്ത് തത്ത? അങ്ങനെ തത്തക 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 തത്തകൾ, അങ്ങനെ ഒരു പാട്ടില്ലേ? തത്തക തത്തക പാട്ട്. അതുപോലെ ആ തത്തക നമ്മൾ ഓർക്കണം കേട്ടോ. അപ്പൊ ആ തത്തകയാണ് ഈ പാട്ടിനെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് പാടിയതിൽ കുറെ അധികം പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. സാരമില്ല അനുഷ്കെ, അടുത്ത ദിവസം നമുക്ക് വീണ്ടും കൂടുതൽ ഊർജത്തോടെ ഒന്ന് പാടാം. ഓക്കെ. ഗന്ധർവ ഗായക അനുഷ്ക കുട്ടി എന്ത് നന്നായിരുന്നു. താങ്ക് യു. നല്ല പല ഭാഗങ്ങളും കേൾക്കാൻ വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അബിൻ, നല്ല വോയിസ്, നല്ല രസമുണ്ട് കേൾക്കാൻ, സുഖമുണ്ട്. അനുഷ്ക കുട്ടിയുടെ അതെയല്ലോ നമ്മൾ നേരത്തെ എപ്പോഴും പറയണതല്ലേ. അപ്പൊ ഏതെങ്കിലും റെക്കോർഡിങ്ങിനൊക്കെ പാടിയോ? ഇല്ല, ഇതുവരെ പാടിയിട്ടില്ല. അപ്പൊ അധികം താമസിയാതെ പാടാൻ സാധിക്കട്ടെ. ഒരു നല്ല നായകന് പാടാൻ പറ്റുന്ന ഒരു വോയിസ് ആണ് ഇപ്പൊ. നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ. അനുഷ്ക കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. അതിലെനിക്ക് കുറച്ച് പ്രശ്നം തോന്നിയത് പൊന്നരയനയും തുടങ്ങണില്ലേ, അതിന് കുറച്ച് ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നി. അതായത് നല്ല മുത്തശ്ശി, അതുപോലെ തന്നെ പൊന്നരയനെ കുറച്ചുകൂടി ബോൾഡായിട്ട് അത് കേട്ടാ നല്ലതായിരിക്കും. ഒന്ന് കേക്കട്ടെ. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരായനെ കണ്ടു പൊന്നത് കൊണ്ട് പൊന്നരയനെ അങ്ങനെ പൊന്നരയനെ പൊന്നരായനെ. അതിന് കുറച്ച് ക്ലാരിറ്റി വേണം തോന്നി ടേക്കില്. ഇപ്പൊ പാടുമ്പോ മൈക്കിന്റെ അടുത്ത് കുറച്ചും കൂടി വെച്ച് പാടിയോ. പ്രസൻസ് ആണ് ഉദ്ദേശിച്ചത്. കറക്റ്റ്. എനിക്ക് ചരണത്തില് തമ്മിൽ എന്നവർ എന്ത് സ്വപ്നങ്ങൾ പങ്കുവെച്ചിരിക്കും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ കേട്ടാ. പിന്നെ ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അനുപല്ലവിക നന്നായിരുന്നു. അപ്പൊ ഈ താളത്തിന്റെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എംജയങ്ങൾ പറഞ്ഞു. ഓക്കെ, അത്രേ ഉള്ളൂ. വെരി നൈസ്, വെരി ഗുഡ്. അബിൻ ഓർ എബിൻ? അബിൻ. അബിൻ അല്ലേ? അഭിനവ അബിൻ. വോയിസിന്റെ ടോണ് നല്ല ബ്രൈറ്റ് ടോൺ ആൻഡ് നല്ല ഗ്രിപ്പ് ഉണ്ട് പാടുന്ന സമയത്ത് അല്ലേ? അതില് ഗ്രിപ്പ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ വോയിസ് നല്ല സഞ്ചാരമുള്ള വോയിസ് ആണ് അബിന്റെ. നല്ലൊരു ഭാവി തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു നല്ല സഞ്ചാരിയാണ്, ശബ്ദ സഞ്ചാരി. നല്ല ഫ്ലോ അല്ലേ വോയിസ് അല്ലേ? അതെ അതെ, ബ്യൂട്ടിഫുൾ. വെരി നൈസ്. അപ്പൊ അത് നല്ലൊരു സപ്പോർട്ടായിരുന്നു അനുഷ്ക കുട്ടിക്ക്. അനുഷ്ക ഇസ് എ ഫാന്റാസ്റ്റിക് സിംഗർ, നോ ഡൗട്ട്. രണ്ടാം കൂടി പാടുന്ന സമയത്ത് അപ്പൊ ഇനി വരുമോ മാത്രമാണ് എനിക്കൊരു ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയത്. അത് പെട്ടെന്ന് നമ്മളൊരു ഷോക്ക്ഡ് ആവും അത് കേട്ട് കഴിഞ്ഞാൽ. അതുവരെ നല്ല ഫ്ലോയിൽ വന്നിട്ട് അവിടെ എത്തിയപ്പോ അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ബാക്കി പല സ്ഥലങ്ങളിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയി പാടി മോളെ. ആസ് യൂഷ്വൽ എല്ലാ റൗണ്ടിലും എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ചെയ്യും അനുഷ്ക. ഇതും ചില പോയിന്റ്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഗുഡ് ലക്ക്. ഉണ്ണിയങ്കിൾ, അവന് വേറൊരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. കുറച്ച് നേരെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഉണ്ണിയങ്ങളുടെ ചെമ്പനീർ, ഒരു ചെമ്പനീർ ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അബിൻ ചോദിച്ചല്ലേ, വലിയൊരു ആഗ്രഹവുമായിട്ടാണ് അന്ന് പാടാത്ത ഭാഗം എന്ന് പാടിക്കോ. തനിയേ തെളിഞ്ഞ ഭാവമാം ശ്രീരാഗം ഒരു മാത്ര നീയൊത്തു ഞാൻ മൂടിയില്ല. പുലർമഞ്ഞു പെയ്യുന്ന യാമത്തിലും നിൻ മൃദുമേനിയൊന്നു തലോടിയില്ല. എങ്കിലും നീ അറിഞ്ഞു എൻ മനമെന്നും നിൻ മനമറിയുന്നതായി, നിന്നെ തഴുറുന്നതായി ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ
ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എന്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി, സുഗന്ധം പരത്തുന്നതായി നിനക്കായി. പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ, ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. ഒരു പാട്ടിന്റെ സുഗന്ധം പരന്നില്ലേ മീനുകുട്ടാ? പരന്നു, വല്ലാണ്ട് പരന്നു. ഈ ചെമ്പനീർ പൂവ് ആരെങ്കിലും ഇറുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഇതുവരില്ല. അവൻ ഇറുത്ത് കൊടുക്കാറുണ്ട് ഇത്. എനിക്ക് തരാവുന്ന ഇത്രേ ഉള്ളൂ. ഒരു 0.25 തരാം. മതിയോ? മതി. എത്രയിലാന്ന് ചോദിക്ക്. എത്രയിലാ? കൂടെ 97 തരാം. ടോട്ടൽ എത്ര? 97.25. യെസ്, ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ഹാപ്പി അല്ലേ രണ്ടാളും? ഇനി കൂടുതൽ കൂടുതൽ വാങ്ങണം, മഴയൊക്കെ ഒഴിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. അഭിചേട്ടൻ മധു അങ്കിൾ. ഓ, ഇനി എത്താൻ പോകുന്നത് നമ്മുടെ MJ അങ്കിളിന്റെ ഒരു കുട്ടുമണിക്കുട്ടനാണ്. ഓക്കെ. കുട്ടനങ്കിളുടെ കുട്ടുമണിക്കുട്ടൻ. കുട്ടനങ്ങളുടെ കുട്ടൻ ആണ് എത്താൻ പോകുന്നത്. നമ്മുടെ കുട്ടുമണിക്കുട്ടൻ ഒരു മെലഡി സോങ്ങുമായിട്ടാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം കുട്ടുമണി ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ, ഞാൻ ചോദിച്ചാ എവിടെ പോയിന്ന്? കുറച്ച് ഡിലേ എടുത്തു, കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാനുണ്ട്. എന്തായിരുന്നു ഡിലേ? ഓ, കുറച്ച് ഗസ്റ്റോ. ഓ, ഗസ്റ്റ് റെഡിയാക്കി. അമ്മയുടെ അമ്മയും ചേച്ചിയും വന്നിട്ടുണ്ട്. ഓ, അവരെ മാനേജ് ചെയ്യായിരുന്നു. അതിന്റെ ഇടയിൽ നിന്നാണ് ഓടി വന്നേക്കണേ പാടാൻ. അതെ. ഓ, അത് ശരി. എന്താന്ന് നോക്കിയാ, എന്ത് ബിസിയാന്ന് നോക്കിയ ആള്. സെയിം ബെഞ്ച് ഗസ്റ്റിനെ കൊണ്ടുവന്നുണ്ട്. ആ, ശരിയാണല്ലോ. അവനെ ഒരു ഗ്യാപ്പ് കിട്ടിപ്പോ പാടാൻ വേണ്ടി വന്നതാ. അതെ, ഈ തിരക്കിന്റെ ഇടയ്ക്കും. ഈ തിരക്കിന്റെ ഇടയ്ക്ക് പകുതി ഞാനുമായിട്ട് മാച്ചാ. എന്ത് പാന്റ്? ഓ, വേണ്ട വേണ്ട. കുട്ടുമണിക്കുട്ടന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? പുതിയ വിശേഷങ്ങൾ അങ്ങനെ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഇപ്പൊ പ്രത്യേകിച്ച് മാവിലൊക്കെ മാങ്ങ നിറഞ്ഞു നിൽക്കുന്ന കാലമാണല്ലോ. ഓക്കെ, മാവിന്റെ മുകളിലാണോ എപ്പോഴും? അല്ല, ഇപ്പൊ നാട്ടിലൊക്കെ ചെന്നപ്പോ ഒത്തിരി മാമ്പഴം വീണു. അപ്പൊ ഒത്തിരി മാവിലെറിഞ്ഞോ? ഇല്ല. എനിക്കൊരു സംശയമുണ്ട്. എറിയെങ്കിലും കൊണ്ടോ? ഇല്ല. ഇല്ലേ? എറിഞ്ഞില്ലേ? മാവിലെറിഞ്ഞില്ലേ? മാവിലെറിഞ്ഞില്ല, തന്നെ താനേ വീഴുക. ഓ, താനേ. അപ്പൊ അതിങ്ങനെ പെറുക്കി എടുത്തിട്ട് കഴുകിയിട്ട് പീൽ ചെയ്തിട്ട്. അത് ശരിയാ, ഭയങ്കര കഴിവാണ് നല്ല മധുരം ഉണ്ട് കേട്ടോ. ആണോ? നല്ല മധുരം ഉണ്ടായിരുന്നു. ഞങ്ങളെ കൊതിപ്പിക്കാനൊന്നും നോക്കണ്ട കേട്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞു. എന്ത് മാങ്ങയാണത്? ഗോവാ കേട്ടാ അല്ലേ? അല്ലേ? നാട്ടുമാങ്ങ. നമ്മളെ കൊതിപ്പിക്കാനൊന്നും നോക്കണ്ട. നല്ല പഴുത്ത നാട്ടുമാങ്ങ. ഒരു രക്ഷയില്ല. കൂടുതൽ പറയാതാ, വേഗം പാട്ട് കേൾക്കാൻ. അതുപോലെ നല്ല കൊതി വരുന്ന നല്ലൊരു ബീജമൊക്കെ ഉള്ളൊരു പാട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയേക്കുന്നത്. അതേതാ? മാരിവില്ലിന്മേലൊരു മഞ്ഞുകൂടാരം. മാരിവില്ലിന്മേൽ ഒരു മഞ്ഞുകൂടാരം. ആ പാട്ടല്ലേ? എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാ. എന്റെയും ഫേവറേറ്റാ. ആണോ? എന്റെ മീനത്തിൽ താലികെട്ട് എന്ന് പറയുന്ന ഫിലിമിലെ 3 ഫേവറേറ്റ് പാട്ടുകളിൽ ഒന്നാണ്. എനിക്കും അതിലെ എല്ലാ പാട്ടുകളും ഇഷ്ടാ. എനിക്ക് 3 പാട്ടുകൾ ഇഷ്ടാ. ഫസ്റ്റ് ദൂരെയൊരു താരം, ആ പാട്ട്. പിന്നെ സെക്കൻഡ് ഒരു പാട്ട്. പിന്നെ ഒരു മഞ്ഞുകൂടാരം. പിന്നെ വേറെ പാട്ടില്ലേ? എന്റെ ഫേവറേറ്റ് 3 സോങ്സ്. ഓക്കെ, എന്നാ ഈ ഫേവറേറ്റ് സോങ് പാടിക്കോ. MJ അണ്ണന്റെ പാട്ട്. യെസ്. ഓക്കെ. ഗിരീഷേട്ടൻ ലിറിക്സ്. യെസ്. മ്യൂസിക് ഔസപ്പൻ ചേട്ടൻ. യെസ്. മീനത്തിൽ താൽകെട്ട്. യെസ്. 1998. കറക്റ്റ്. ഓക്കെ, പാടിക്കോ.
ചേർത്തു നിന്റെ കൺപീലികൾ മനസ്സു തൂവൽ ചില്ലുവാതിലായി നിൻ കുരുന്നു നാണം കർണികാരമാ മാരിവില്ലിന്മേ ഒരു മഞ്ഞു കൂടാരം താരഹാരങ്ങൾ തോരണം ചാർത്തു നിന്റെ കൊട്ടാരമായി നീലരാത്തിങ്കൾ പൊൻപീലി വേലാപ്പായി മോഹസങ്കൽപ്പജാലകം തീർത്തു നിന്റെ കൺപീലികൾ ആഹാ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സർ. യെസ് ഫ്രാൻസി, ഒരു നമസ്കാരം. ആ ഇൻട്രോയില് ജസ്റ്റ് ഒരു 4-5 നോട്ടേ ഉള്ളൂ, പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേ ചെയ്തത്. അത് ഫീൽ ചെയ്തത് എവിടെ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ BGM ഹരി ഗംഭീരമായിരുന്നു, നല്ല രസമുണ്ട്. അതുപോലെ തബല വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ആദ്യത്തെ പല്ലവിയിലൊക്കെ വരുന്നത്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, 2 ഉസ്താദുമാര് ഒന്നിച്ചിരിക്കുകയല്ലേ, പിന്നെ അത് ഇത്രയും ഗംഭീരമായില്ലെങ്കിലല്ലേ അല്ലേ സർപ്രൈസ് ആവും. പിന്നെ പാടിയത് ആരാ? പാടിയതാരാ? ആരാ? MG സാറ്. അല്ല, പാർത്ത് ഇവിടെ പാടിയ കാര്യം ചോദിച്ചേ. ഓഹോ, ആ. ഞാനാണോ? MG ആണ് പാടിയത്, അത് വേറെ ലെവൽ. ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇപ്പൊ ഇവിടെ പാടി ഇത്ര രസമാക്കിയത് ആരാ? അത് ഞാൻ. അത് നമ്മുടെ കുട്ടുമണിയാണ്. കുട്ടുമണിയുടെ ടാലന്റ് ഞാൻ എപ്പോഴും പറയില്ല, ഭയങ്കര ടാലന്റഡ് ആണ് കുട്ടുമണി. പക്ഷെ പലപ്പോഴും കുട്ടുമണി ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ആ ടാലന്റ് പെർഫോമൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇതില് ഓൾമോസ്റ്റ് അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി കേട്ടോ. അത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അത് നല്ല രസമായിട്ട് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ, അതാണ് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് പാടുകയാണെങ്കിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തെളിഞ്ഞു വരും, ഒരു തെളിനീരുറവ പോലെ വരുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചില തെളിഞ്ഞ ഒരു സ്ട്രീം എനിക്ക് കാണാൻ പറ്റി. ഒരു മഞ്ഞു കൂടാരം താരഹാരങ്ങൾ തോരണം ചാർത്തും എന്റെ കൊട്ടാരമാ മെലഡിയാണ്. അത് വേണ്ട എവിടെയൊക്കെ ഏതൊക്കെ എക്സ്പ്രഷൻസ് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ കുക്കുരുമ്മിയാടാൻ കൂട്ടുവേണം നീ കൂടെ വന്നിരുന്നാൽ തൂവസന്തം. നന്നായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു സംഗതി കറക്റ്റ് ആയിട്ട് വന്നത് അല്ലേ, നീ കൂടെ വന്നിരുന്നാൽ ആ സംഗതി അതൊന്ന് പാടിയേ ആ ഭാഗം. കുക്കുരുമ്മിയാടാൻ കൂട്ടുവേണം നീ കൂടെ വന്നിരുന്നാൽ തൂവസന്തം. ഇതിനേക്കാളും നന്നായിരുന്നു ടേക്ക്. കുരുമ്മിയാടാൻ കൂട്ടുവേണം നീ കൂടെ വന്നിരുന്നാൽ തൂവസന്തം മഞ്ഞുകൂടി ചാർത്തിടുന്നൊരാതിരക്കുരുന്നേ. അത് തന്നെയാണ് നീ ചാരെ വന്നിരുന്നാൽ ചന്ദ്രകാന്ത് എന്ന പടിയില്ലേ, അവിടെയും ഇതുപോലെ ആ സംഗതി നന്നായിരുന്നു. പക്ഷെ മൗനമായി പാടാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം വന്നു പോയി. മൗനമായി ഒന്നുകൂടെ പാടിക്കേപ്പിക്കാമോ? മൗനമായി പാടാൻ. മൗനമായി പാടാൻ ഒന്നുകൂടി സ്ലിപ്പുണ്ട്. മൗനമായി പാടാൻ കൂടെ വേണം. ഇപ്പൊ കൂടി പോയില്ലേ? അതെ, മൗനമായി പാടാൻ അതാദ്യത്തെ വേണം നീ ചാരെ വന്നിരുന്നാൽ ചന്ദ്രകാന്തം. ഇതിനേക്കാളും നന്നായിരുന്നു ടേക്കില്, കറക്റ്റ് ആയിട്ട് വന്നു. മഞ്ഞുകൂടി ചാർത്തിടുന്നൊരാതിരക്കുരുന്നിൽ. ആ ആതിര എന്നുള്ളത് അവിടുത്തെ നോട്ട് അവിടെ മാത്രം ചാർത്തിടുന്ന, അതുപോലെ തന്നെ ചരണത്തിലും വെണ്ണിലാവുരുക്കി വെച്ച ഈ പാട്ടിൽ അവിടെ മാത്രമാണ് ആ ഒരു നോട്ട് വരുന്നത്. അതൊന്ന് കേൾപ്പിക്കാമോ? മഞ്ഞുകൂടി ചാർത്തിടുന്നൊരാ അല്ല, മഞ്ഞുകൂടി ചാർത്തിടുന്നോ, അതാണ് നോട്ട്. മഞ്ഞുകൂടി ചാർത്തിടുന്നൊരാതിരക്കുരുന്നേ. യെസ്, യാ വെണ്ണിലാവുരുക്കി വെച്ച പുഞ്ചിരി. യെസ്. ഇതെവിടെയായിരുന്നു ആ നോട്ട്? അതെവിടെയോ പോയി, കളഞ്ഞു പോയല്ലേ? ഇപ്പൊ തിരിച്ചു പിടിച്ചു. ഇപ്പൊ തിരിച്ചു പിടിച്ചു. അത് പറ്റില്ല കുട്ടുമണി, നമുക്ക് അത് നോട്ട് കളയാൻ പറ്റില്ല. നമ്മൾ എടുത്ത് ഭദ്രമായിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. എടുത്തു വെച്ചോ, പോക്കറ്റ് വെച്ചോ. യെസ് മിസ്റ്റർ കുട്ടുമണിക്കുട്ടൻ. എന്തോ
എനിക്ക് കുട്ടുമണിക്കുട്ടൻ പാടിയതിൽ ഇതുവരെ പാടിയതിൽ ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഈസി അല്ല പാടാൻ, വളരെ ശ്രദ്ധിച്ച് പാടേണ്ട പാട്ടാണ്. അവിടെ ഇപ്പൊ ഈ പാടിപ്പിച്ച നോട്ട് തന്നെ അത് ശ്രദ്ധിച്ച് പാടിയില്ലെങ്കിൽ പാളിപ്പോവും. ഏത് മഞ്ഞുകൂടി ചാർത്തിടും, യെസ് യെസ്, അതുപോലെ തന്നെ വെണ്ണിലാവരുക്കി വെച്ച കേട്ടാ. അവിടെ എന്തായാലും 2 സ്ഥലത്തും ഒന്ന് പാളിപ്പോയി അല്ലേ. പിന്നെ എം ജി ഞങ്ങൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നല്ല രസമായിട്ട് ആ നീ കൂടെ വന്നിരുന്നാൽ തൂവസന്തവും നീ ചാരെ വന്നിരുന്നാൽ ചന്ദ്രകാന്തവും ഇതൊക്കെ കറക്റ്റായിട്ട് ആ ടേക്കിന്റെ സമയത്ത് കറക്റ്റായിട്ട് പാടി. അപ്പൊ ദൈവാധീനം ഉണ്ടെന്ന് അർത്ഥം, ദൈവാധീനം ഉണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ ആ ടേക്കിന്റെ സമയത്ത് കറക്റ്റായിട്ട് വന്നിട്ട് പിന്നെ പാടിപ്പിക്കുമ്പോ അത് പാളിപ്പോവില്ലല്ലോ. അപ്പൊ അത് ഭാഗ്യമുള്ളതുകൊണ്ടല്ലേ ടേക്കിന്റെ സമയത്ത് കറക്റ്റായിട്ട് വന്ന്. അപ്പൊ അങ്ങനെ ആവരുത്, എപ്പോഴും കറക്റ്റായിട്ട് വരണം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, പല്ലവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ട് പാടി. ഇത് ദാസേട്ടനും പാടിയിട്ടുണ്ട്. ഏത് വെർഷനാണ് പാടിയത്? എം ജി സാറിന്റെ വെർഷനാണ് പാടിയത്. ദാസേട്ടനും പാടിയിട്ടുണ്ട് ഈ പാട്ട് സിനിമയിലുള്ളത്. അതെ അതെ അതെ, യെസ്. അത് നല്ല രസമാണ് കേൾക്കാൻ കേട്ടോ. അതും സുജാത മാമിന്റെ ഇംപ്രവൈസേഷൻസ്, അതെ അതെ അതെ, അതില് ആ സെയിം അത് ഡിവറ്റ് ആണ്. അത് ഡിവറ്റ് ആവുമ്പോ ആ സെയിം ഇംപ്രവൈസേഷൻ ഇവിടെ താഴെ കൊണ്ട് എം ജി സാർ പാടിയിട്ടുണ്ട്. യെസ്, കറക്റ്റ്. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇനി അടുത്ത പാട്ടിൽ ഞങ്ങളെ കൊണ്ട് കമന്റ് ഒക്കെ പറയിപ്പിക്കണം, കറക്ഷൻസ് പറയിപ്പിക്കരുത്. അത് കുറച്ചാക്കണം. കറക്ഷൻസ് കുറച്ചാകുമ്പോ എന്ത് സംഭവിക്കും? ഇല്ലാണ്ടിരുന്നാൽ മാർക്ക് കൂടും, ഫുൾ മാർക്ക് കിട്ടും. കറക്ഷൻസ് ഇല്ലെങ്കിൽ മധുരമഴയും പെയ്യും. അത്രയ്ക്ക് നന്നായിട്ട് പാടി സ്റ്റാറും കിട്ടും. അറിയാലോ? ഓക്കെ വിളിച്ചേട്ടാ. യെസ്, പാർത്ഥിവ് കുട്ടാ, എന്തോ ബ്യൂട്ടിഫുൾ ആയി പാടി മോളെ, മോനെ ബ്യൂട്ടിഫുൾ ആയി പാടി മോൻ കേട്ടോ. കാരണം ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ട് മോൻ. ഞാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട് പല പാട്ടുകളിലും ഡീറ്റെയിൽസിന്റെ ഉള്ളിലേക്ക് അവൻ നല്ലോണം പോകും. അത് കണ്ണ് കണ്ടാലറിയാം. സുജുവിന്റെ ഇംപ്രൂവൈസേഷൻ ഒക്കെ പറയണ. സോ ഹീസ് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ശ്രദ്ധയുണ്ട് മോനെ. ചില സമയത്ത് ഇവിടെ വന്നിട്ട് ലിറിക്സ് മറക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു എന്ന് മാത്രം. പക്ഷെ ഇന്ന് എനിക്ക് ഇതുവരെ ഞാൻ കേട്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നി മോന്റെ. ആ ലാസ്റ്റ് ലൈൻ, ചരണത്തിന്റെ ലാസ്റ്റ് ലൈൻ മാത്രമാണ് ഒന്ന് മിസ്സായിട്ട് തോന്നിയത്. അതർവൈസ് നമുക്ക് കേട്ടിരിക്കാൻ ഒരു ഭയങ്കര സുഖമായിരുന്നു എന്ന്. ഇത്ര ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ക്ലീൻ ആയി പാടി. ബെസ്റ്റ് ഓഫ് ലക്ക് ടു യു. ഇന്ന് കുട്ടുമണിക്ക് 98.5 So you come to the point. നമ്മുടെ കുട്ടുമണിക്ക് ഒരു എക്സ്ട്രാ പോയിന്റും കൂടെ ഉണ്ട്. ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ കുട്ടുമണിക്കുട്ടനാണ് കേട്ടോ. അതെ, ഉണ്ണിയങ്കിൾ കുട്ടുമണിക്കുട്ടനെ ആദ്യമായിട്ടാണ് അങ്ങനെ അടുത്തുനിന്ന് ക്ലോസ് ആയിട്ട് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോനെ. ധാരാളം പാട്ടുകൾ ഏറ്റവും പെർഫെക്ഷനോട് കൂടി ഇവിടെ പാടാനാവട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓക്കേ, കുട്ടുമണിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു. ബൈ ബൈ. എല്ലാവർക്കും ടാറ്റാ. മധു അങ്കിൾ, നമ്മളൊരു ഗുഡ് ഹാബിറ്റ് പറയാൻ പോവാണ്. ബ്രഷ് ബിഫോർ ബെഡ്. യെസ്. ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം ടാറ്റാ ബൈ, സീ യു.